കുറുമാലി എച്ചിപ്പാറ കടവിൽ പ്രളയത്തിലടിഞ്ഞുകൂടിയ മാലിന്യം മാസങ്ങൾ കഴിഞ്ഞിട്ടും നീക്കിയില്ല. കടവിലിറങ്ങുന്നവർക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നതായി പരാതി. രോഗഭീതിയിൽ ആദിവാസികൾ ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾ. വെങ്ങടങ്ങ് പഞ്ചായത്തിലെ കോൾപ്പടവുകളിൽ കൃഷിക്ക് ഭീഷണിയായി മോഷണങ്ങൾ തുടരുന്നു. പാടശേഖരങ്ങളിൽ പോലീസ് പട്രോളിംഗ് വേണമെന്ന പടവ് കമ്മിറ്റി. സ്വർണ്ണ കവർച്ച ആസൂത്രണം ചെയ്യുന്നതിനിടയിൽ 5-അംഗ ഗുണ്ടാസംഘം പോലീസ് പിടിയിൽ. പിടിയിലായത് നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികൾ. ധാരികനെ നിഗ്രഹിച്ച കൊടുങ്ങല്ലൂരമ്മ പള്ളിമാടത്തിൽ എഴുന്നള്ളി. കുരുമ്പാക്കാവിൽ വെന്നിക്കൊടി ഉയർന്നു. മീനഭരണി ആഘോഷത്തിന് പരിസമാപ്തി. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. കുറുമാലി എച്ചിപ്പാറ കടവിൽ പ്രളയത്തിലടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ മാസങ്ങൾ കഴിഞ്ഞിട്ടും നീക്കിയില്ല. കടവിലിറങ്ങുന്നവർക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നതായി പരാതി. രോഗഭീതിയിൽ ആദിവാസികൾ ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾ. ആദിവാസികളും തോട്ടം തൊഴിലാളികളും തിങ്ങിപ്പാർക്കുന്ന എച്ചിപ്പാറയിലെ കടവിലാണ് മാലിന്യവും മൃഗങ്ങളുടെ ജഡവും അടിഞ്ഞുകൂടിയിരിക്കുന്നത്. പ്രളയത്തിൽ കടവിൽ മറിഞ്ഞു വീണ കൂറ്റൻ മരത്തിലാണ് മാലിന്യങ്ങൾ തങ്ങി നിൽക്കുന്നത്. മാസങ്ങളായി അവശിഷ്ടങ്ങൾ അടിഞ്ഞുകിടന്നതോടെ കടവിൽ രോഗാണുക്കളും കൂടിയതായി പ്രദേശവാസികൾ പറയുന്നു. പുഴയിൽ ഇറങ്ങുന്നവർക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നുണ്ട്. പരിസരമാകെ ദുർഗന്ധം വമിച്ച അവസ്ഥയാണ്. എച്ചിപ്പാറ ആദിവാസി കോളനിക്കാരുൾപ്പെടെ നിരവധി കുടുംബങ്ങളാണ് കടവിനെ ആശ്രയിക്കുന്നത്. ചിമ്മിനി ഡാമിൽ നിന്ന് കൂടുതൽ വെള്ളം തുറന്നുവിടുമ്പോൾ പുഴയോരത്തുള്ള മാലിന്യങ്ങൾ ഒഴുകിയെത്തുന്നതും ഈ കടവിലാണ്. നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടിയെടുത്തില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. കടവിൽ കടപുഴകി വീണ കൂറ്റൻ മരം മുറിച്ചു നീക്കാതെ മാലിന്യം മാറ്റാൻ കഴിയില്ല. പഞ്ചായത്ത് വനം വകുപ്പ് അധികൃതർ ഇടപെട്ട് പ്രശ്നത്തിൽ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV പുതുക്കാട്. വെങ്ങടങ്ങ് പഞ്ചായത്തിലെ കോൾപ്പടവുകളിൽ കൃഷിക്ക് ഭീഷണിയായി മോഷണങ്ങൾ തുടരുന്നു. വടക്കേ കോഞ്ചിറ മോട്ടോ ഷെഡിന് സമീപം വെള്ളം പമ്പ് ചെയ്യുന്നതിന് നിർത്തിയിട്ടിരുന്ന ARS മണ്ണുത്തിയുടെ ട്രാക്ടർ പമ്പ് സെറ്റിന്റെ 10,000 രൂപയോളം വില വരുന്ന ബാറ്ററിയാണ് മോഷണം പോയത്. തെക്കേ കോഞ്ചിറ മോട്ടോർ ഷെഡിൽ നിന്നും 140 മീറ്റർ നീളമുള്ള കോപ്പർ വയർ മോഷണം പോയി. 60,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. മോഷണം നടന്നതോടെ ഇരുപ്പു കൃഷി ചെയ്തിട്ടുള്ള ഇരു പടവുകളിലും വെള്ളം പമ്പ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. പടവ് കമ്മിറ്റി ഭാരവാഹികളായ RS അബ്ദുട്ടി, TV ഹരിദാസൻ, ഹരി അപ്പാട്ട്, CP സെബാസ്റ്റ്യൻ എന്നിവർ പാവർട്ടി പോലീസിൽ പരാതി നൽകി. മോഷണവും മറ്റും തടയുന്നതിന് രാത്രികാലത്ത് പാടശേഖരങ്ങളിൽ പോലീസിന്റെ പട്രോളിംഗ് വേണം എന്നാണ് പടവ് കമ്മിറ്റി ഭാരവാഹികളുടെ ആവശ്യം. ചേർപ്പിൽ സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്യാൻ പദ്ധതിയിട്ട കുപ്രസിദ്ധ ഗുണ്ട നെടുപുഴ സ്വദേശി റൈഗനും സംഘവും പോലീസ് പിടിയിലായി. തിങ്കളാഴ്ച പുലർച്ചെയാണ് ബൈക്കിൽ മാരകായുധങ്ങളുമായി എത്തിയ സംഘം സ്വർണം കവർച്ച ചെയ്യാൻ ശ്രമിച്ചത്. റൈഗനോടൊപ്പം കവർച്ച സംഘത്തിലുണ്ടായിരുന്ന പനമുക്ക് ചാതേരി വീട്ടിൽ റീഗൻ, പാനൂർ ഗുരുജിമുക്ക് പെരിങ്ങളം ലിനീഷ്, തിരുവനന്തപുരം കിഴക്കേമല പാരിപ്പിള്ളി BS സദനത്തിൽ സജിൽ, കൊല്ലം ചവറ വടക്കേതിൽ വീട്ടിൽ രജീഷ്, മൂത്തകുന്നം ചെട്ടിക്കാട് ഓടശ്ശേരി വീട്ടിൽ ആഷിഖ് എന്നിവരെയാണ് ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവിടെ ഒരു ചേർപ്പ് മേഖലയിലുള്ള ഒരു നിർമ്മാണ തൊഴിലാളിയെ മാർക്ക് ചെയ്ത് അയാൾ പുലർച്ചെ പോകുന്ന സമയം വഴിയിൽ തലക്കിടിച്ച് കൈവശമുള്ള സ്വർണ്ണാഭരണങ്ങൾ കവരുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അവരുടെ ഭാഗത്തു നിന്ന് കൈവശത്തു നിന്ന് വില കൂടിയ ബൈക്കുകളും മാരകായുധങ്ങളും പിന്നെ ഇയാളുടെ മുഖത്തെറിയുന്നതിനുള്ള മുളകുപൊടി സഹിതം പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു മാസമായി ചേർപ്പിലെ സ്വർണ്ണാഭരണ നിർമ്മാണശാല കേന്ദ്രീകരിച്ച് കവർച്ചാ ശ്രമ സാധ്യതയുള്ളതിനാൽ പോലീസ് രഹസ്യ നിരീക്ഷണത്തിലായിരുന്നു. പിടിയിലായ പ്രതികളെ നിരവധി തവണ തായംകുളങ്ങര കോനിക്കര ഇറക്കത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്വർണ്ണാഭരണ നിർമ്മാണ കേന്ദ്രത്തിന് സമീപത്തായി കാണാനിടയായത് സംശയത്തിനിടയാക്കിയിരുന്നു. തുടർന്ന് പ്രതികളെ രഹസ്യമായി പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. പിടിയിലായ ഒന്നാം പ്രതി റൈഗൺ കൊലപാതകം ഉൾപ്പെടെ തൃശൂർ, പാലക്കാട് ജില്ലകളിലും തമിഴ്നാട് ഹൊസൂർ ജില്ലയിലും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. രണ്ടാം പ്രതിയായ ലെനീഷ് എന്ന കണ്ണൻ കണ്ണൂർ, തൃശൂർ, കോട്ടയം ജില്ലകളിലെ സ്റ്റേഷനുകളിലായി കൊലപാതക ശ്രമം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ചേർപ്പ് SI SR സനീഷ്, തൃശൂർ റൂറൽ ക്രൈംബ്രാഞ്ച് സ്ക്വാഡ് അംഗങ്ങളായ SI മുഹമ്മദ് റാഫി, മുഹമ്മദ് അഷ്റഫ്, ASI സുനിൽ, CPMമാരായ CA ജോബ്, സൂരജ് വി ദേവ്, ലിജു ഇയാനി, വിനേഷ്, ബിനു, ഷറഫുദ്ദീൻ, ദിനേഷ് എന്നിവരടങ്ങിയ ജില്ലാ ലഹരിവിരുദ്ധ സംഘവും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. TCV ചേർപ്പ്. ധാരികനെ നിഗ്രഹിച്ച കൊടുങ്ങല്ലൂരമ്മ പള്ളിമാടത്തിൽ എഴുന്നള്ളി. കുരുമ്പാക്കാവിൽ വെന്നിക്കൊടി ഉയർന്നു. മീനഭരണി ആഘോഷത്തിന് പരിസമാപ്തി. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ട് ക്ഷേത്രാങ്കണത്തിൽ പട്യാര സമുദായക്കാർ വെന്നിക്കൊടി നാട്ടി കുമ്പളങ്ങ ബലി അർപ്പിച്ചു.
പുലർച്ചെ കിഴക്കേനടയിലെ പള്ളിമാടത്തിൽ നെറ്റിപ്പട്ടം വിരിച്ച് ഓട്ടുകിണ്ടിയും വാൽക്കണ്ണാടിയും വെച്ച് ദേവിയെ സങ്കല്പിച്ചിരുത്തിയ ശേഷം വരിയരി പായസം നിവേദിച്ചു. ദാരിക നിഗ്രഹത്തിനിടയിൽ പരിക്കേറ്റ ദേവി പാലയ്ക്കവേലൻ നിർദ്ദേശിച്ച ചികിത്സയ്ക്ക് ശേഷം ഭക്തർക്ക് ദർശനം നൽകുന്നതാണ് ഈ ചടങ്ങ്. തുടർന്നാണ് മൂത്താശ്ശേരി ചെത്തിമിനുക്കിയ കവുങ്ങിൽ പട്യാര സമുദായം വെന്നിക്കൊടി ഉയർത്തിയത്. പിന്നീട് കോഴിക്കല്ലിൽ കുമ്പളങ്ങ മുറിച്ച് ഗുരുതി സമർപ്പിച്ചതോടെ ഭരണി ആഘോഷ ചടങ്ങുകൾക്ക് സമാപനമായി. TCV കൊടുങ്ങല്ലൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചിട്ടുള്ള ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡിന്റെ പരിശോധനയിൽ കാറിൽ നിന്ന് കഞ്ചാവ് പിടികൂടി. കൊല്ലം ചവറ സ്വദേശി അൻസർ ഷായിൽ നിന്ന് കഞ്ചാവ് സിഗരറ്റും കഞ്ചാവ് പൊടിയും കണ്ടെത്തി. മൂന്നാറിൽ നിന്നും ശേഖരിച്ച് തൃശൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ കഞ്ചാവ് വിൽക്കുന്ന സംഘത്തിൽപ്പെട്ടയാളാണ് പിടിയിലായ അൻസർ ഷാ. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് MH ഷാജിഖിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കഞ്ചാവ് പിടികൂടിയത്. CPOമാരായ CA ഷാജു, VS അനൂപ്, അശോകൻ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ കീമോതെറാപ്പി യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. ഒരേസമയം 4 പേർക്ക് ചികിത്സ ലഭ്യമാക്കുന്ന ഇവിടെ ഒരു ഡോക്ടറുടെയും പ്രത്യേക പരിശീലനം ലഭിച്ച 2 സ്റ്റാഫ് നഴ്സുമാരുടെയും സേവനം ലഭിക്കും. ജീവകാരുണ്യ പ്രവർത്തകനായ ഫിറോസ് കുന്നുംപറമ്പിൽ താലൂക്ക് ആശുപത്രിക്ക് നൽകിയ 3 ലക്ഷം രൂപയും മുൻ AIYF നേതാവ് MP പ്രശാന്ത് വിവാഹ ചെലവ് ചുരുക്കിയതിലൂടെ നൽകിയ 2 ലക്ഷം രൂപയും പകർച്ചേതര വ്യാധി വകുപ്പിൽ നിന്ന് ലഭിച്ച 9 ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് ഡേ കെയർ കീമോതെറാപ്പി യൂണിറ്റ് യാഥാർത്ഥ്യമാക്കിയത്. സാന്ത്വന പരിചരണ പദ്ധതിയിൽ നിന്നും ലഭ്യമായ 4.6 ലക്ഷം രൂപയും കീമോതെറാപ്പി യൂണിറ്റിനായി ചെലവഴിച്ചു. അക്കിക്കാവ് സെന്ററിലെ ഫോർസ്നാപ്പ് സ്റ്റുഡിയോയിൽ നിന്നും മോഷണം പോയ ക്യാമറകൾ സമീപത്തെ വീട്ടിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. അക്കിക്കാവ് വലിയകത്ത് നസീമയുടെ വീടിന് മുൻപിലെ ഗേറ്റിന് സമീപത്താണ് 3 സഞ്ചികളായി ക്യാമറകൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. മോഷണം പോയ 5 ക്യാമറകളിൽ 4 എണ്ണവും ലെൻസും ഫ്ലാഷ് ലൈറ്റുമാണ് കണ്ടെത്തിയത്. കുന്നംകുളം SI UK ഷാജഹാൻ, അഡീഷണൽ SI രാകേഷ് ഏലിയാൻ, പോലീസുകാരായ AJ വർഗീസ്, ശ്രീരാജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. സമീപത്തെ ഏതാനും സ്ഥാപനങ്ങളിൽ മോഷണ ശ്രമം നടന്നിരുന്നു. നെല്ലിവായ് മുല്ലക്കലിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് യുവാക്കൾക്ക് പരിക്കേറ്റു. വെള്ളറക്കാട് നെല്ലിക്കുന്ന് സ്വദേശികളായ അരുവായിൽ കിഷോർ, നെല്ലിപ്പറമ്പ് വീട്ടിൽ ഷാഫി എന്നിവർക്കാണ് പരിക്കേറ്റത്. മുല്ലക്കൽ അമ്പലത്തിന് സമീപം കുമ്പാര വളവിൽ വെച്ച് ബൈക്കിന്റെ നിയന്ത്രണം വിടുകയായിരുന്നു. ഷാഫിയുടെ തലയ്ക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ ഷാഫിയെയും കിഷോറിനെയും എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം നിരവധി അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്നാണ് നാട്ടുകാരുടെ പരാതി. ഗുരുവായൂർ ക്ഷേത്ര തിരുമുറ്റത്ത് ചുട്ടുപൊള്ളുന്ന ചൂടിൽ പ്രാണന് വേണ്ടി മണിക്കൂറോളം പിടഞ്ഞ ദേശാടനക്കൊക്ക് നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചയായി. ദേവസ്വം നഗരസഭാ അധികൃതരുടെ കാരുണ്യത്താൽ മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിൽ കൊക്കിന് ജീവൻ തിരിച്ചുകിട്ടി. തെക്കേനടയിൽ ആനകളെ കെട്ടുന്ന ശിവേലിപ്പറമ്പിലെ വലിയ തേക്ക് മരത്തിൽ തല കീഴായി കിടന്ന കാലിമുണ്ടി എന്ന കൊക്കാണ് വേദനാജനകമായ കാഴ്ചയായത്. ഇര തേടി നടക്കുന്നതിനിടെ കൊക്കിന്റെ കാലിൽ കുടുങ്ങിയ പ്ലാസ്റ്റിക് ചരടാണ് വില്ലനായി മാറിയത്. മരത്തിന് മുകളിലെത്തിയ കൊക്കിന്റെ കാലിലെ ചരട് മരക്കൊമ്പിൽ തടഞ്ഞതോടെ പറക്കാനാവാത്ത അവസ്ഥയായി. ഇതോടെ കാക്കകൾ കൊക്കിന് ചുറ്റും വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് KB മോഹൻദാസ് വിളിച്ചതനുസരിച്ച് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി. അപ്പോഴേക്കും നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ K സുജിത്ത്, K രാജീവൻ എന്നിവരുടെ നേതൃത്വത്തിൽ CLR ജീവനക്കാരൻ PK പ്രകാശൻ ലാഡറിൽ കയറി കൊക്കിനെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. പക്ഷി നിരീക്ഷകനും ദേവസ്വം ജീവനക്കാരനുമായ PP ശ്രീനിവാസന്റെ നേതൃത്വത്തിൽ നഗരസഭ വെറ്റിനറി ഡോക്ടർ KV വിവേക് പ്രാഥമിക ചികിത്സ നൽകി. എരുമപ്പെട്ടി മുട്ടിക്കലിൽ തീവെച്ച് നശിപ്പിച്ച LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ സന്ദർശിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിലാണ് സ്ഥാനാർത്ഥി ഡോക്ടർ PK ബിജുവിന്റെ പ്രചരണ ബോർഡുകളും ഓഫീസ് ബോർഡും കൊടിത്തോരണങ്ങളും തീവെച്ച് നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ 5 BJP പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരുന്നു. നേതാക്കളായ KV രാജശേഖരൻ, K സതീഷ് കുമാർ, KV ശ്രീധരൻ, PB ബിനീഷ് എന്നിവർ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തയിലേക്ക്.
ക്യാൻസറിനോട് പൊരുതി ജയിച്ചവരും പോരാടി നിൽക്കുന്നവരുമായ ഒരു സംഘം ആളുകൾ ചിമ്മിനിയിൽ ഒത്തുകൂടി. ക്യാൻസർ ബാധിതരായവരുടെ വാട്സപ്പ് ഗ്രൂപ്പായ അതിജീവനത്തിലെ അംഗങ്ങളാണ് തങ്ങളുടെ അതിജീവനത്തിന്റെ കഥകൾ പങ്കുവയ്ക്കാൻ ഒത്തുകൂടിയത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 44 അംഗങ്ങളാണ് ഗ്രൂപ്പിലുള്ളത്. ഇതിൽ ഭൂരിഭാഗം പേരും അവരുടെ കുടുംബാംഗങ്ങളും ചിമ്മിനി കാടുകളുടെ മനോഹാരിത ആസ്വദിക്കാൻ എത്തിയിരുന്നു. ആടിയും പാടിയും ഒത്തുചേർന്നപ്പോഴും അവർക്ക് പറയാനുണ്ടായിരുന്നത് കൊടിയ വിധിയെ ഇച്ഛാശക്തി കൊണ്ട് മറികടന്ന കഠിന യാത്രയെക്കുറിച്ചായിരുന്നു. തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശി നന്ദു മഹാദേവനായിരുന്നു അതിജീവനം ഗ്രൂപ്പിന്റെ മുഖ്യ സംഘാടകൻ. ഇടുക്കിയിൽ നിന്ന് സജിയും തൃശൂർ പറപ്പൂക്കരയിൽ നിന്നുള്ള പൊതുപ്രവർത്തകൻ രാമകൃഷ്ണനും ചടങ്ങിന് നേതൃത്വം നൽകി. അന്നനാളം ചുരുങ്ങി ട്യൂബിലൂടെ ഭക്ഷണം കഴിക്കുന്ന പുള്ള് സ്വദേശി ലാൽസൻ ഭാര്യയും കുഞ്ഞുമൊത്താണ് എത്തിയത്. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകാൻ പോകുന്ന ലാൽസന് ആത്മവിശ്വാസം നൽകുന്നതായിരുന്നു കൂട്ടായ്മ. അസുഖമാണെന്നറിഞ്ഞപ്പോൾ ഭർത്താവ് ഉപേക്ഷിച്ചു പോയ വരന്തരപ്പള്ളി സ്വദേശിനി ക്യാൻസർ ബാധിച്ച് കാൽ മുറിച്ചു മാറ്റിയിട്ടും അതിജീവനത്തിന്റെ മാതൃകയും ഗ്രൂപ്പിന്റെ ജീവനാഡിയുമായ നന്ദു, കണ്ണൂരിൽ നിന്നും മകനോടൊപ്പമെത്തിയ രമ്യ, ഈറോഡ് നിന്നെത്തിയ ലിസി, പെരിന്തൽമണ്ണയിൽ നിന്ന് പ്രിയാജി വാര്യർ, മൂന്നാറ് നിന്നുള്ള ബിജോയ്, ഇവരെല്ലാം പ്രത്യാശയുടെയും ശുഭാപ്തി വിശ്വാസത്തിന്റെയും കഥകൾ തന്നെയാണ് പങ്കുവച്ചത്. അസുഖം നഷ്ടപ്പെട്ട ബന്ധങ്ങളെയും സ്വന്തങ്ങളെയും തിരികെ തന്ന ജീവിതകഥയാണ് മുള്ളൂർക്കര സ്വദേശി ശ്രുതിക്ക് പറയാനുള്ളത്. അതിജീവനത്തിന്റെ സന്ദേശം പ്രചരിക്കണം. തങ്ങളെപ്പോലുള്ളവർക്ക് ആത്മവിശ്വാസവും പ്രചോദനവുമേകാനും ക്യാൻസറിനോട് പൊരുതി ജയിക്കാമെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താനുമാണ് ഈ കൂട്ടായ്മയുടെ ശ്രമം. TCV ന്യൂസ്, പുതുക്കാട്. 1000 ദിവസത്തെ ഭരണത്തിൽ 1 ലക്ഷത്തിലേറെ യുവതി യുവാക്കൾക്ക് പിണറായി സർക്കാർ തൊഴിൽ നൽകിയെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. കോടാലിയിൽ LDF മറ്റത്തൂ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MA ബേബി. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി കിഴക്കേ കോടാലിയിൽ നിന്നും ആരംഭിച്ച LDF വെള്ളിക്കുളങ്ങര മേഖലാ റാലിയും 3 മുറിയിൽ നിന്നും മറ്റത്തൂ മേഖലാ റാലിയും കോടാലിയിൽ സംഗമിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ MR രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ്, LDF തൃശൂർ പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി KP രാജേന്ദ്രൻ, പ്രസിഡന്റ് KK രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച യൂത്ത് ക്ലബിനുള്ള യൂത്ത് കേരള എക്സ്പ്രസ് പുരസ്കാരം ലഭിച്ച വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദി അവാർഡ് തുകയിലെ 1 ലക്ഷം രൂപ പാവപ്പെട്ട കിടപ്പ് രോഗികൾക്ക് വിതരണം ചെയ്ത് മാതൃകയായി. ദേവസൂര്യയുടെ 19ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ധനസഹായ വിതരണം നടത്തിയത്. കിഡ്നി ഫെഡറേഷൻ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമേൽ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ നഗരസഭ 9ാം വാർഡ് കൗൺസിലർ ബിന്ദു അജിത് കുമാർ അധ്യക്ഷയായി. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് മനോഹർ പാവറട്ടി, പ്രൊഫസർ ഹൃദയകുമാരി സ്മാരക അവാർഡ് ജേതാവ് ദേവൂട്ടി ഗുരുവായൂർ, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ തലത്തിൽ വയലിനിൽ A ഗ്രേഡ് നേടിയ സംഗീത് ഉണ്ണികൃഷ്ണൻ, ഉപജില്ലാ തലത്തിൽ 1ാം സ്ഥാനം നേടിയ സാന്ദ്ര ഉണ്ണികൃഷ്ണൻ, ക്യാമറാമാനും എഡിറ്ററുമായ കിരൺ ജോബ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പാവപ്പെട്ട കിടപ്പ് രോഗികൾക്കുള്ള സഹായധന വിതരണം കരുണ ഫൗണ്ടേഷൻ ചെയർമാൻ KB സുരേഷ് ഉദ്ഘാടനം ചെയ്തു. വിവിധ രോഗങ്ങളിൽ വലയുന്ന 15ഓളം പേർക്ക് 1 ലക്ഷത്തിലധികം രൂപ വിതരണം ചെയ്തു. കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിൽ വൈസ് പ്രസിഡന്റ് സന്തോഷ് ദേശമംഗലം, ദേവസൂര്യ ഭാരവാഹികളായ റെജി വിളക്കാട്ടുപാടം, MG ഗോകുൽ, സാംസ്കാരിക പ്രവർത്തകൻ സുബ്രഹ്മണ്യൻ ഇരിപ്പശ്ശേരി, പാവറട്ടി പബ്ലിക് ലൈബ്രറി സെക്രട്ടറി ആന്റോ ലിജോ, ഗാനരചയിതാവ് ഷാജി തരകൻ, വേണു ബ്രഹ്മകുളം, സുധാ പ്രജീഷ് എന്നിവർ സംസാരിച്ചു. ദേവസൂര്യ സീനിയർ സിറ്റിസണിന്റെ ആഭിമുഖ്യത്തിൽ പ്രശസ്ത വയലിൻ പരിശീലകൻ ഉണ്ണികൃഷ്ണൻ പാലുവായി നേതൃത്വം നൽകിയ വയലിൻ ഫ്യൂഷനും വനിതാവേദി, ബാലവേദി എന്നിവരുടെ നേതൃത്വത്തിൽ കലാസന്ധ്യയും അരങ്ങേറി. TCV പാവറട്ടി. മാരകായുധങ്ങളുമായി ബൈക്കിലെത്തി യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 4 പേർ അറസ്റ്റിൽ. ഒരുമനിയൂർ വലിയകത്ത് മുഹമ്മദ് റാഫി, ബ്ലാങ്ങാട് പെരുമ്പറത്ത് ചാലയിൽ വീട്ടിൽ ഫിറോസ്, ഒരുമനിയൂർ പെരിങ്ങാടൻ വീട്ടിൽ ശശി, ഒരുമനിയൂർ കിളക്കര വീട്ടിൽ സുനിൽകുമാർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഒരുമനിയൂർ ഒറ്റത്തെങ്ങ് പൊള്ളാങ്കി വീട്ടിൽ വിഷ്ണുവിനെ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ചാവക്കാട് അമൃത സ്കൂളിനടുത്ത് വെച്ച് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ്. തങ്ങൾക്ക് അസാധ്യമായത് ഒന്നുമില്ല, അവസരം തന്നാൽ എന്തും ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്തുകയാണ് ചൈതന്യ സ്പെഷ്യൽ സ്കൂളിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾ. അരുൺ T മുരളീധരൻ, CO സിൻഡോ, KS പ്രിയ, VB മനു, NS ഐശ്വര്യ, KM മൻസൂർ, VR രഞ്ജിത്ത് എന്നിവരാണ് കുന്നംകുളം റോയൽ ആശുപത്രിയിൽ വിവിധ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. 15 ദിവസത്തെ പരിശീലനമാണ് ഇവർക്ക് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അത് വിജയകരമായി പൂർത്തിയാക്കുന്നതോടൊപ്പം ഇവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് ഇവർക്ക് ചെയ്യാൻ കഴിയുന്ന ജോലികൾ കുന്നംകുളത്തെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവരുടെ കുടുംബാംഗങ്ങൾ. 18 വയസ്സ് പൂർത്തിയാക്കിയ
ഭിന്നശേഷിക്കാരായവരെ വിവിധ തലങ്ങളിൽ പുനരധിവസിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇത്തരമൊരു ആശയം ബാലസഹായ സമിതി പ്രസിഡന്റ് ലബീബ് ഹസൻ മുന്നോട്ട് വെച്ചപ്പോൾ പരിപൂർണ പിന്തുണയുമായി റോയൽ ആശുപത്രി MD ഡോക്ടർ തോമസ് മാത്യുവും അദ്ദേഹത്തിന്റെ പത്നി മോളി മാത്യുവും മാനേജർ K വിജയരാഘവനും രംഗത്ത് എത്തിയതോടെയാണ് ഇങ്ങനെയൊരു തുടക്കം. സമൂഹത്തിൽ ഒറ്റപ്പെട്ടുപോയവരെ സഹായിക്കാനുള്ള അവസരമായാണ് ഇതിനെ കാണുന്നതെന്നും ഭിന്നശേഷിയുള്ളവരെ മുൻനിരയിലേക്ക് കൈപ്പിടിക്കാനുള്ള അവസരത്തിനു വേണ്ടി സംഘാടകർ ആവശ്യമുന്നയിച്ചപ്പോൾ സന്തോഷത്തോടെയാണ് തങ്ങൾ ഇതിനെ സ്വീകരിക്കുന്നതെന്നും ആശുപത്രി ഉടമ ഡോക്ടർ തോമസ് മാത്യു പറഞ്ഞു. മറ്റു ജോലിക്കാരെ പോലെ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഇവർ ജോലിയിൽ ഉണ്ടാകുന്നത്. ഇവരുടെ തെറ്റുകൾ തിരുത്താനും ഇവർക്ക് പിന്തുണയുമായി വേനൽ അവധിക്കാലത്തെ ആഘോഷങ്ങൾ മാറ്റിവെച്ച് ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിലെ റെഡ് ക്രോസ് വളണ്ടിയർമാരായ VS അരുൺ, ഷാരോൺ K ലൂയിസ്, VV ആദിത്യൻ എന്നിവരും രംഗത്തുണ്ട്. ലിഫ്റ്റ് ഓപ്പറേറ്റർ, സ്റ്റോർ കീപ്പർ, കോഫി ഷോപ്പ് ഹെൽപ്പർ, അറ്റൻഡേഴ്സ് എന്നീ ജോലികളിലാണ് ഇവർ വ്യാപൃതരായിരിക്കുന്നത്. ജോലി ലഭിച്ചതിൽ വലിയ സന്തോഷത്തിലാണ് കുട്ടികൾ. പരിശീലനം പൂർത്തിയാക്കി ജോലി ചെയ്യാൻ പ്രാപ്തരാണെന്ന് തെളിയിച്ച മറ്റു സ്ഥാപനങ്ങളിൽ ഇവർക്ക് ജോലി ലഭിക്കും എന്ന പ്രതീക്ഷയുണ്ടെന്നും അതിനുള്ള ശ്രമം നടത്തുമെന്നും ലബീബ് ഹസൻ പറഞ്ഞു. ഈ ട്രെയിനിങ് വിജയകരമായി പൂർത്തിയാക്കുന്ന പക്ഷം കുന്നംകുളത്തെ വിവിധ സ്ഥാപനങ്ങൾ ഇവർക്ക് സ്വയം ജോലി ചെയ്യാൻ കഴിയുമെന്ന് പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഈ 15 ദിവസത്തെ ഒരു ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. TCV കുന്നംകുളം. നിരവധി മോഷണ കേസിലെ പ്രതി മോഷണ ശ്രമത്തിനിടെ പിടിയിലായി. ചേലക്കര പത്തുകുടി പുതുവീട്ടിൽ അബ്ദുൾ റഹീമാണ് കുന്നംകുളം പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ദിവസം തലക്കോട്ടുകരയിൽ തലക്കോട്ടൂർ വീട്ടിൽ ലോറൻസിന്റെ വീട്ടിൽ കയറി പണവും മൊബൈൽ ഫോണും മോഷ്ടിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെയാണ് ഇയാൾ പിടിയിലായത്. ഇയാളെ തടയാൻ ശ്രമിച്ച ലോറൻസിനെ ആക്രമിക്കുകയും ചെയ്തിരുന്നു. പോത്ത് മോഷണം, വാഹന മോഷണം ഉൾപ്പെടെ എരുമപ്പെട്ടി, ചേലക്കര, കുന്നംകുളം സ്റ്റേഷനുകളിൽ 10ഓളം കേസിൽ പ്രതിയാണ് റഹീം. ബ്രിട്ടീഷുകാരിൽ നിന്നും നേടിയെടുത്ത സ്വാതന്ത്ര്യം മോദി പിടിച്ചുവച്ചിരിക്കുകയാണെന്ന് N. ഷംസുദ്ദീൻ MLA പറഞ്ഞു. കടപ്പുറം പഞ്ചായത്ത് UDF വനിതാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹസീന താജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. CH റഷീദ്, RK ഇസ്മായിൽ, C. മുസ്താഖ് അലി, മൂക്കൻ കാഞ്ചന, പൊറ്റയിൽ മുംതാസ് എന്നിവർ സംസാരിച്ചു. ഇടവേള. അമ്മയ്ക്ക് കളർഫുൾ സാരി ഇതുടുത്താൽ കല്യാണ പെണ്ണ് തന്നെ. അതെ, ഡിസൈനർ സാരി, സെറ്റ് സാരി, ചുരിദാർ, ഫ്രോക്ക്, കുട്ടികൾക്കുള്ള റെഡിമെയ്ഡ്സ്, ഷർട്ട്, ജീൻസ് ഇതെല്ലാം ഇവിടുന്ന് സെലക്ട് ചെയ്യാനുണ്ട്. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ സമ്പൽ സമൃദ്ധമായ വിഷുവാശംസകൾ. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുവാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വാർത്തയിലേക്ക്. പെൺകുരുന്നുകൾക്ക് കടലാസ് പൂക്കൽ നിർമ്മാണത്തിൽ പരിശീലനമൊരുക്കി എടമുട്ടം ചൂലൂർ യോഗിനി മാതാ ബാലികാ സദനം. +2 വിദ്യാർത്ഥിനി ലച്ചുവാണ് ബാലികാ സദനത്തിലെ കുട്ടികൾക്കായി പരിശീലനം നൽകുന്നത്. ചൂലൂർ യോഗിനി മാതാ ബാലികാ സദനത്തിലെ പെൺകുട്ടികൾക്ക് വേനലവധി കളിച്ചുല്ലസിക്കാനുള്ള നിമിഷങ്ങൾ മാത്രമല്ല, കളിയോടൊപ്പം സ്വന്തമായുള്ള കരവിരുതിനെ തേച്ചുമിനുക്കലിനുള്ള അവസരം കൂടിയാണ്. ഇത്തവണ വേനലവധിക്കാലത്ത് കടലാസ് പൂക്കൾ നിർമ്മാണത്തിൽ വൈദഗ്ധ്യം നേടുകയാണ് യോഗിനി മാതാ ബാലികാ സദനത്തിലെ 50ഓളം പെൺകുട്ടികൾ. ബാലികാ സദനം സെക്രട്ടറി NS സജീവൻ അടക്കമുള്ളവർ ഇതിനെ പിന്തുണച്ചു. മുൻപ് നക്ഷത്ര നിർമ്മാണത്തിൽ പ്രതിഭ തെളിയിച്ച ലച്ചുവെന്ന ലക്ഷ്മി ബോസിനെയാണ് പരിശീലനത്തിനായി ബാലികാ സദനം തിരഞ്ഞെടുത്തത്. കഴിഞ്ഞ ഓണക്കാലത്ത് വർണ്ണാഭമായ കടലാസ് നക്ഷത്രങ്ങൾ നിർമ്മിച്ച് പ്രതിഭ തെളിയിച്ചയാളാണ് ലച്ചു. ഫോട്ടോഗ്രാഫർ ജയൻ ബോസ് ദിവ്യ ദമ്പതികളുടെ മകൾ. അച്ചമ്മ ഇന്ദിരാ മാധവനോളം പ്രതിഭയറിയിച്ച ലച്ചുവിന് അനുജൻ അഭിഷേക് നൽകുന്ന പിന്തുണയാണ് പ്രചോദനം. വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള കടലാസുകളിൽ ലച്ചുവിന്റെ കൈകളാൽ വിരിയുന്ന പൂക്കൾ നിമിഷങ്ങൾ കൊണ്ടാണ് ബാലികാ സദനത്തിലെ കുട്ടികൾ ഹൃദ്യസ്ഥമാക്കുന്നത്. കഴിഞ്ഞ ഓണക്കാലത്ത് TCV നൽകിയ വാർത്ത കണ്ട് ഇടുക്കി കുളമാവ് സ്കൂളിൽ പരിശീലകയാകാനുള്ള അവസരവും ലക്ഷ്മി ബോസിന് ലഭിച്ചിരുന്നു. TCV തൃപ്രയാർ. വേലൂർ ഗ്രാമകം നാടകോത്സവത്തിലെ 2ാം ദിനത്തിൽ അരങ്ങേറിയ സൺഗ്ലാസ് പ്രേക്ഷക ഹൃദയങ്ങളെ കൈയടക്കി. പ്രളയം ദാരിദ്ര്യ സമ്പന്ന കുടുംബങ്ങളെ ബാധിക്കുന്നത് ദ്വിമുഖ കാഴ്ചയൊരുക്കിയാണ് സംവിധായകൻ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചത്. പ്രണയവും ഒറ്റപ്പെടലും കൂടിച്ചേർന്ന രംഗങ്ങൾ എടുത്തു പറയേണ്ടതാണ്. ഭരണാധികാരികളുടെ വാഗ്ദാനങ്ങളും നിയമവും സാധാരണക്കാരനെ വേട്ടയാടുന്നതും സത്യം തുറന്നു പറയുന്നവരെ ഇല്ലാതാക്കുന്നതുമായ ഇന്നിന്റെ ചില നേർക്കാഴ്ചകൾ കാണികളെ ചിന്തിപ്പിക്കുന്നതായിരുന്നു. കടമ്പഴിപ്പുറം നാട്യശാസ്ത്രിയാണ് നാടകം അവതരിപ്പിച്ചത്. വരുൺ മാധവനാണ് സംവിധായകൻ.
ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി ഡോക്ടർ PK ബിജുവിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇടത് ജനാധിപത്യ യുവജന ഫെഡറേഷൻ വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. ഓട്ടുപാറ ഗവൺമെന്റ് ആശുപത്രി പരിസരത്തു നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. മണലൂരിന്റെ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി TN പ്രതാപന്റെ ഒന്നാംഘട്ട പര്യടനം പൂർത്തിയാക്കി. കുന്നത്തങ്ങാടി, കുരിശുപള്ളി, അരിമ്പൂർ സെന്റ്, അഞ്ചാങ്കല്ല്, ആറാങ്കല്ല് എന്നിവിടങ്ങളിലെ പര്യടനത്തിനിടെ ഉത്സവം നടക്കുന്ന കൈപ്പള്ളി കളരി ക്ഷേത്രത്തിലെത്തി വഴിപാട് നടത്തി. ആനകൾക്ക് പഴം സമ്മാനിച്ചും മേളക്കാരോടും ഉത്സവത്തിനെത്തിയവരോടും വോട്ട് അഭ്യർത്ഥിച്ചുമാണ് പ്രതാപൻ മടങ്ങിയത്. MLA ആയപ്പോൾ സ്നേഹതീരം മുതൽ തൃശൂർ നഗരം വരെ നടപ്പിലാക്കിയ റോഡ് വികസനവും നാട്ടിക, കൊടുങ്ങല്ലൂർ മണ്ഡലങ്ങളിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുമെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് പ്രതാപന്റെ വോട്ടുപിടുത്തം. വിവിധ കേന്ദ്രങ്ങളിൽ KPCC അംഗങ്ങളായ CA സെബാസ്റ്റ്യൻ, സുനിൽ അന്തിക്കാട്, DCC ഭാരവാഹികളായ ഷാജു കോടങ്കണ്ടത്ത്, V സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ PK ബിജുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം LDF വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന കലാജാഥ മുൻ MLA ബാബു M പാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. പ്രളയത്തെക്കുറിച്ചുള്ള ദൃശ്യാവിഷ്കരണം, സമകാലീന പ്രശ്നങ്ങൾ വരച്ചുകാട്ടുന്ന നാടകം, നാടൻ പാട്ടുകൾ എന്നിവയും അരങ്ങേറി. KK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. PN സുരേന്ദ്രൻ, മേരി തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഗുരുവായൂരിൽ ഹോട്ടൽ, ബേക്കറി, പഴം, പച്ചക്കറി, പലചരക്ക് ഉടമകൾക്കും ജീവനക്കാർക്കുമായി സെമിനാർ സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഗുരുവായൂർ നിയോജക മണ്ഡലം ചെയർമാൻ ലൂക്കോസ് തലക്കോട്ടൂർ ഉദ്ഘാടനം ചെയ്തു. ഭക്ഷ്യസുരക്ഷാ ഓഫീസർ രാജീവ് സൈമൺ അധ്യക്ഷത വഹിച്ചു. കാക്കനാട് റീജിയണൽ അനാലിറ്റിക് ലാബ് JRO ക്രിസ്റ്റീന വർഗീസ്, ഗ്രേഡ് 1 ഓഫീസർ സിജോ ജോസഫ് എന്നിവർ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. വേലൂർ ഗ്രാമകം നാടകോത്സവത്തിന്റെ ഭാഗമായി TK നമ്പീശൻ മാസ്റ്റർ അനുസ്മരണം നടന്നു. AN സോമനാഥൻ അധ്യക്ഷനായി. P കൃഷ്ണദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. BM മനേഷ്, PC പങ്കജം തുടങ്ങിയവർ സംസാരിച്ചു. ചെറുതുരുത്തിയിൽ വിദ്യാർത്ഥിയെ കാണാനില്ലെന്ന പരാതി. ചെറുതുരുത്തി പള്ളിക്കൽ പാണഞ്ചേരി വീട്ടിൽ കൗസല്യ മകൻ സജിത്തിനെയാണ് ഞായറാഴ്ച രാവിലെ മുതൽ കാണാതായത്. ചെറുതുരുത്തി ഗവൺമെന്റ് ഹൈസ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സജിത്ത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി കുടിശ്ശിക തീർത്തു നൽകണമെന്നാവശ്യപ്പെട്ട് NREG വർക്കേഴ്സ് യൂണിയൻ എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ BSNL ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം AS ദിനകരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഐഷാബി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ബൈന പ്രദീപ്, ഷീന വിശ്വൻ, NR ഖാൻ, ജൂലിയറ്റ് എന്നിവർ സംസാരിച്ചു. വർക്കല ശിവഗിരി മഠത്തിന്റെ ശാഖാസ്ഥാപനമായ പേരാമ്പ്ര ഗുരുപുരം ശ്രീനാരായണ ഗുരു ചൈതന്യ മഠത്തിൽ കൺവെൻഷനും കലാസാഹിത്യ മത്സരങ്ങളും നടന്നു. ശ്രീനാരായണ ഗുരു ചൈതന്യ മഠം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാധരൻ കുഴൂർ അധ്യക്ഷത വഹിച്ചു. ബ്രഹ്മചാരി ശിവൾ, ചെയർമാൻ വിദ്യാധരൻ പനങ്ങാട്, സരോജിനി എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്രസംഗം, ഉപന്യാസം, ഗുരുദേവ കൃതികൾ, പദ്യം ചൊല്ലൽ, ലളിതഗാനം, ഡ്രോയിംഗ്, ക്വിസ് എന്നീ ചടങ്ങുകൾ നടന്നു. തിരുവല്ലമല പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ LDF തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. മന്ത്രി KK ശൈലജ ഉദ്ഘാടനം നിർവഹിച്ചു. V കുമാരൻ അധ്യക്ഷനായിരുന്നു. CPI ജില്ലാ കമ്മിറ്റി അംഗം KP സന്ദീപ്, UR പ്രദീപ് MLA, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവ്യർ ചിറ്റിലപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. 2018-19 സാമ്പത്തിക വർഷത്തിൽ 100% നികുതി പിരിവ് നടത്തുകയും പദ്ധതി വിഹിതം 100% വിനിയോഗിക്കുകയും ചെയ്ത ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും അഭിനന്ദിച്ച് കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് PR പ്രസാദൻ കേക്ക് മുറിച്ച് അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. 2018 സെപ്റ്റംബർ മാസം പഴമ്പള്ളി 9ാം വാർഡിലെ നികുതി പൂർണ്ണമായും പിരിച്ചുകൊണ്ട് സംസ്ഥാനത്ത് 1ാം സ്ഥാനത്തെത്തിയത് കൊടകര പഞ്ചായത്തായിരുന്നു. നോമ്പുകാല ചൈതന്യത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ചരിത്രമുറങ്ങുന്ന കനകമല കുരിശുമുടിയിലേക്ക് വല്ലപ്പാടി വിശ്വാസ സമൂഹം 25 അടിയോളം ഉയരവും 900 കിലോയോളം ഭാരവുമുള്ള മരകുരിശുമേന്തി തീർത്ഥയാത്ര നടത്തി. ഇടവക വികാരി ഫാദർ ലിജോ കളപ്പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. 3 ആഴ്ചയോളം സമയമെടുത്താണ് ഈ കുരിശ് തയ്യാറാക്കിയത്. ഇടവകയിലെ 250ഓളം വിശ്വാസികൾ പങ്കെടുത്ത തീർത്ഥാടനത്തിന് ട്രസ്റ്റിമാർ, യുവജന സംഘടനാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. സ്ട്രൈക്കേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ചെറുതുരുത്തി സംഘടിപ്പിച്ച ക്രിക്കറ്റ് ടൂർണമെന്റ് ചലച്ചിത്ര താരം ഉണ്ണി മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നിന്നായി 12ഓളം ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ ക്ലാസിക് ചെറുതുരുത്തി വിജയികളായി. പ്രകാശൻ താനിശ്ശേരി, സജി ജോസഫ് എന്നിവർ ട്രോഫികൾ വിതരണം ചെയ്തു.
TB മൊയ്തീൻകുട്ടി, ഷിഹാബ്, റഷീദ് എന്നിവർ സംസാരിച്ചു. ബസ് സ്റ്റാൻഡ് ഫീസ് പിരിവുകാരനെ കണ്ടക്ടർ മർദ്ദിച്ചതായി പരാതി. കൊടുങ്ങല്ലൂർ നഗരസഭാ ബസ് സ്റ്റാൻഡിലെ ഫീസ് പിരിവുകാരൻ കോതപ്പറമ്പ് ചീനിക്കപ്പുറത്ത് നാസറിനാണ് മർദ്ദനമേറ്റത്. സ്റ്റാൻഡ് ഫീസ് കുടിശ്ശിക ആവശ്യപ്പെട്ട തന്നെ സബീന ബസ്സിലെ കണ്ടക്ടർ മർദ്ദിക്കുകയായിരുന്നുവെന്ന് നാസർ പറഞ്ഞു. തോളലിന് പരിക്കേറ്റ നാസറിനെ കൊടുങ്ങല്ലൂർ ഗൗരീശങ്കർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് സാക്ഷരതാ മിഷനും താലൂക്ക് ക്യാൻഫെഡും കമ്മിറ്റിയും സംയുക്തമായി മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. ക്യാൻഫെഡ് താലൂക്ക് ചെയർമാൻ മനോജ് കടമ്പാട്ട് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ക്യാൻഫെഡ് കൺവീനർ KR രാജു അധ്യക്ഷത വഹിച്ചു. ജീവിതശൈലി രോഗങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ കീർത്തി ക്ലാസ് എടുത്തു. വാണിജ്യം. ഷോപ്പിംഗ് ഉത്സവം ഒരുക്കിയാണ് വേണൂസിന്റെ വിവിധ ഷോറൂമുകൾ ഈ വിഷുവിനെ വരവേൽക്കുന്നത്. ഉപഭോക്താക്കൾക്ക് ഈസി ഷോപ്പിംഗ് സമ്മാനിക്കുകയാണ് വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ്. ഫ്രിഡ്ജ്, TV, വാഷിംഗ് മെഷീൻ, ഗൃഹോപകരണങ്ങൾ, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ, ഗിഫ്റ്റ് ഐറ്റംസ്, സ്വീറ്റ്സ്, മൊബൈൽ ആക്സസറീസ്, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ വസ്തുക്കളുടെയും കമനീയ ശേഖരമാണ് വേണൂസിൽ ഒരുക്കിയിട്ടുള്ളത്. പർച്ചേസുകൾക്ക് 5 മുതൽ 50% വരെ ഡിസ്കൗണ്ട് നൽകുന്നു എന്നതാണ് വേണൂസിന്റെ പ്രത്യേകത. 0% ഇൻട്രസ്റ്റ് ഡൗൺ പേയ്മെന്റ്, മെഗാ ഡിസ്കൗണ്ട് ആൻഡ് എക്സ്ചേഞ്ച് ഓഫർ, ഓൺലൈൻ ഷോപ്പിംഗ്, ഹോം ഡെലിവറി, കാർഡ് ഫെസിലിറ്റി എന്നിങ്ങനെ മികച്ച സേവനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. വിഷുവിന്റെ ഭാഗമായി ഷോപ്പിംഗ് ഉത്സവം ഒരുക്കി ശ്രദ്ധേയമാവുകയാണ് വേണൂസ് ഷോറൂമുകൾ. ഒരിക്കൽ കൂടി. കുറുമാലേച്ചിപ്പാറ കടവിൽ പ്രളയത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യം മാസങ്ങൾ കഴിഞ്ഞിട്ടും നീക്കിയില്ല. കടവിൽ ഇറങ്ങുന്നവർക്ക് ചൊറിച്ചൽ അനുഭവപ്പെടുന്നതായി പരാതി. രോഗഭീതിയിൽ ആദിവാസികൾ ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾ. വെങ്കടങ്ങ് പഞ്ചായത്തിലെ കോൾപടവുകളിൽ കൃഷിക്ക് ഭീഷണിയായി മോഷണങ്ങൾ തുടരുന്നു. പാടശേഖരങ്ങളിൽ പോലീസ് പട്രോളിംഗ് വേണമെന്ന പടവ് കമ്മിറ്റി. സ്വർണ്ണ കവർച്ച ആസൂത്രണം ചെയ്യുന്നതിനിടയിൽ 5-അംഗ ഗുണ്ടാ സംഘം പോലീസ് പിടിയിൽ. പിടിയിലായത് നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികൾ. ധാരികനെ നിഗ്രഹിച്ച കൊടുങ്ങല്ലൂരമ്മ പള്ളിമാടത്തിൽ എഴുന്നള്ളി. കുരുമ്പാക്കാവിൽ വെന്നിക്കൊടി ഉയർന്നു. മീനഭരണി ആഘോഷത്തിന് പരിസമാപ്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.